ഹായ് ഓൾ. നമ്മൾ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. അതായത് നാളത്തെ ഇമ്പോർട്ടന്റ് നിഫ്റ്റിയുടെ ലെവൽസും അതുപോലെ തന്നെ ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻസിന് വേണ്ടി ഒരു ലൈവ് മാർക്കറ്റ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് സൂം പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന വരെ നമ്മൾ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ഫ്രീ ആയിട്ട് ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു ലൈവ് ട്രേഡിംഗിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിനെയും അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ ചാർട്ട്സിനെയും ബേസ് ചെയ്താണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന ട്രേഡ് ലോജിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നാളത്തേക്ക് നമ്മുടെ ലെവൽസ് പറയുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് നമ്മൾ സ്പോട്ട് പ്രൈസിന്റെ ലെവലും പറയും. അതുപോലെ തന്നെ നാളത്തേക്കുള്ള ഫ്യൂച്ചറിന്റെ കുറച്ച് ലെവൽസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇന്നും നമ്മൾ പറഞ്ഞിരുന്നു ഫ്യൂച്ചറിന്റെ കുറച്ച് ലെവൽസുകൾ. അപ്പം ഇന്നിപ്പോ നിഫ്റ്റി 26,300 ലെവല്, അതായത് ഫ്യൂച്ചർ ചാർട്ടാണ്. 26,300 ലെവല് നിഫ്റ്റി ക്രോസ് ചെയ്യാനായിട്ട് കുറെ സ്ട്രഗിൾ ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അതൊരു സ്മാർട്ട് മണി എൻട്രി ചെയ്ത പ്ലേസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിലേക്ക് വരാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ, നാളത്തേക്ക് ഒരു ഡൗൺ സൈഡിലേക്ക് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. അതായത് 26,120 താഴെയാണെങ്കിൽ താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് ഗുഡ് സൈഡിലേക്കുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, ഈ ഒരു താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവല് നിങ്ങൾ കൺസിഡർ ചെയ്യാം. 26,070 ലെവല് കൺസിഡർ ചെയ്യാം. ആ ഒരു ലെവലിൽ നിന്നുള്ള പ്രൈസിന്റെ ബിഹേവിയർ നോക്കാം. ആ, കുറച്ചുകൂടെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഫ്യൂച്ചറിന്റെ ചാർട്ട് നമ്മൾ വാച്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങൾ 26,120 ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റ് വെക്കാനായിട്ട് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഫ്യൂച്ചർ ചാർട്ടിൽ 26,195 ലെവല് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് 31.12 സ്മാർട്ട് മണി ബൈ ചെയ്തൊരു പ്ലേസ് ആണ്. അപ്പം ആ ലെവലിൽ നിങ്ങൾ ആ ഒരു പ്രൈസിലുള്ള പ്രൈസിന്റെ ബിഹേവിയർ നിങ്ങൾ നോക്കുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറാം. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ഒരു ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു 31 ഡിസംബറിൽ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോയിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് അവിടെ ഒരു AB പൂവർ ലോ ആണ്. അതായത് ഓപ്ഷൻ ഫെയിൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വരും ദിവസങ്ങളിൽ നിഫ്റ്റി ആ ഒരു ലെവലിലേക്ക് ടച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നാളെ ഒരുപക്ഷെ മാർക്കറ്റിന്റെ ഡയറക്ഷൻ താഴെ കാണുന്നുണ്ടെങ്കിൽ ഈ ഫ്യൂച്ചറിന്റെ ലെവലിൽ 26,130 ലെവലിൽ എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഫ്യൂച്ചർ ചാർട്ടിൽ 26,130 ലെവൽ. കാരണം ആ ഒരു ലെവലിൽ പ്രൈസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ. ഓക്കെ, അപ്പം നിങ്ങൾ സ്പോട്ട് ചാർട്ട് വാച്ച് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിന്റെ ചാർട്ട് കൂടെ നോക്കുക. സ്പോട്ട് ചാർട്ടില് നമുക്ക് ഈ ഒരു ലെവലിൽ 26,070 താഴെയായിട്ട് നമുക്ക് 25,980 ലെവൽ, അതുപോലെ 26,000 ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഫ്യൂച്ചറിന്റെ ലെവൽസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പ് സൈഡിലേക്ക് ഞാൻ 26,200 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 26,220 മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കി ഒരു മാർക്കറ്റ് സ്ട്രെങ്ത് കാണിക്കുവാണെങ്കിൽ മാത്രം ഒരു അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത്. 26,020 മുകളിലായിട്ട് 26,020 നമുക്കൊരു അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് 26,300ലേക്കും 26,310 ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ, അതായത് 26,320 മുതൽ 26,370 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് 370 ഏരിയ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സോണാണ് നിഫ്റ്റിയില്. 100. ഓക്കെ, ആ ഒരു ഏരിയ കുറച്ച് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പം നെക്സ്റ്റ് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലായിട്ട് പോവുകയാണെങ്കിൽ അഗെയിൻ മാർക്കറ്റ്
അപ്പ് സൈഡിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് 26,370 മുകളിലായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 26,466 26,500 മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നാളത്തെ ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ആണ്. പ്രത്യേകിച്ച് നാളത്തേക്ക് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത്, അതായത് 26,120 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചർ ചാർട്ടിൽ ഞാൻ പറഞ്ഞ ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ആണ്. ഓക്കെ. കാരണം സ്മാർട്ട് മണി എൻട്രി ചെയ്ത പ്ലേസ് ആണ്. അപ്പൊ അത് ആ ലെവലിൽ പ്രൈസ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെ ബയേഴ്സ് ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ലെവൽസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.